എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും ക്യാപ്സിക്കവും ഒക്കെ ഇട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഒരു തീയലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമേ തീയൽ തയ്യാറാക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളത്ര തേങ്ങ ചിരകിയത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീയൽ തയ്യാറാക്കാൻ തേങ്ങ ചിരണ്ടി എടുക്കുമ്പോൾ നല്ലപോലെ ഒരേപോലെ എല്ലാം നന്നായിട്ട് പൊടിയായിട്ട് വേണം തേങ്ങ ചിരണ്ടി എടുക്കാൻ. എന്നാലേ എല്ലാം കൂടി ഒരേപോലെ മൂത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ ഈ ഒരു സമയം വരെ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളകും സാദാ മുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എത്രത്തോളം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നോ തീയലിന് അത്രത്തോളം കളർ കിട്ടും. അതാ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു വലിയ ക്യാപ്സിക്കമാണ്, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പം പകുതി എടുത്തതിന് ശേഷം അതിനുള്ളിലെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയാം. കളഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരുപാട് വലിയ പീസസ് ആയിട്ട് വേണ്ട, ചെറിയ ചെറിയ പീസസ് ആയിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ 3ഓ 4ഓ ആയിട്ടൊന്ന് കീറിയതിന് ശേഷം ചേർത്ത് പിടിച്ച് ഇങ്ങനെയൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം എല്ലാം ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കാം. വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് തന്നെ പകുതിയെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചും എത്രത്തോളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഇതാ ഒരു കൈപ്പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് വലിയ ചെറിയ ഉള്ളിയായിരുന്നു. അപ്പോൾ അതിനൊരു 7ഓ 8ഓ ആയിട്ടൊക്കെ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഉള്ളിയൊക്കെ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ തീയൽ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താ ഉള്ളിയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ വറുത്തത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ലേശം പുളി, എത്രത്തോളം പുളി മതിയാകും അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് എത്രത്തോളം എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമായിരിക്കത്തില്ല. അങ്ങനെ കൊണ്ട് ഇതിൽ സ്കിപ്പ് ചെയ്യാം. തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത്രത്തോളം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് തീയലിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്ന് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രത്തോളം ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്ത് തീയലിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചട്ടി ഒന്ന് മൂടി വെച്ച് കഷ്ണങ്ങളൊക്കെ വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേഗമായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് എണ്ണ തെളിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതാ കണ്ടില്ലേ, തീയൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് തീയൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു തീയലാണ്. അപ്പോൾ ക്യാപ്സിക്കം ചെറിയ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടിയിട്ട് ഇങ്ങനൊരു തീയൽ തയ്യാറാക്കി നോക്കൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.